CSR സ്കോളർഷിപ്പുകൾ എന്നത് 1ാം ക്ലാസ് മുതൽ +2 ലെവൽ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കുന്ന സ്റ്റുഡൻസിനും ഡിപ്ലോമ അല്ലെങ്കിൽ പോളിടെക്നിക് ITI പഠിക്കുന്ന കുട്ടികൾക്കും ലഭ്യമാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കോളർഷിപ്പുകൾ ഉണ്ട്. മെറിറ്റ് ബേസ്ഡ് ഉണ്ട്, മൈനോറിറ്റി ബേസ്ഡ് ഉണ്ട്, ടാലന്റ് ബേസ്ഡ് സ്കോളർഷിപ്സ് ഉണ്ട്, ഡിസേബിൾഡ് പേഴ്സൺസിനുള്ള സ്കോളർഷിപ്പുകൾ, അതുപോലെ സ്റ്റേറ്റ് വൈസ് സ്കോളർഷിപ്പുകൾ എല്ലാം ഈ CSR സ്കോളർഷിപ്പുകളുടെ കീഴിൽ വരുന്നതാണ്. ഇതിൽ 1000ഓളം തരം സ്കോളർഷിപ്പുകൾ നമുക്ക് ലഭ്യമാണ്. ഈ സ്കോളർഷിപ്പുകൾക്ക് എലിജിബിലിറ്റി നേടാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് CSR സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസിലൂടെ CSR സ്ലോട്ട് ബുക്കിംഗ് ചെയ്ത്, അതായത് സ്റ്റുഡന്റിന്റെ ഫുൾ നെയിമും മെയിൽ ID, പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകി CSR ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്ലോട്ട് കൺഫേം ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് CSR ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്റ്റുഡന്റ് സ്കോളർഷിപ്പ് ID നമ്പറും സർട്ടിഫിക്കറ്റും നൽകും. CSR സ്കോളർഷിപ്പ് നിങ്ങൾക്ക് വാലിഡ് ആകണമെങ്കിൽ ASH സൈറ്റിനകത്ത് അപ്ലിക്കേഷൻസ് ഉള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള NIRF റാങ്കിങ്ങിൽ വരുന്ന കോളേജുകൾ നിങ്ങൾ പഠിക്കണമെന്നുണ്ട്. അപ്പൊ CSR സ്ലോട്ട് ബുക്കിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന CSR സ്കോളർഷിപ്പ് ID നമ്പറും സർട്ടിഫിക്കറ്റും ഉപയോഗിച്ച് അതിനോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് അവൈലബിൾ ആകാനായിട്ടുള്ള പേപ്പർ ഫോർമാലിറ്റികളും മറ്റുള്ള പ്രൊസീജിയറുകളും കൂടി CSR ഡിപ്പാർട്ട്മെന്റ് വഴി തന്നെ ASHനകത്ത് അംഗീകാരമുള്ള കോളേജിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് അപ്രൂവൽ കിട്ടി നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് എലിജിബിൾ ആവുകയുള്ളൂ. ഇതാണ് സെക്കൻഡ് പ്രോസസ്സ്. ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ അക്കാദമിക് ഇയർ ഓപ്പൺ ആവുന്ന സമയത്ത് ഒക്ടോബർ നവംബറോട് കൂടിയാണ് നിങ്ങളുടെ അക്കാദമിക് ഇയർ ഓപ്പൺ ആവുക. ആ സമയത്ത് 2026ലേക്ക് പുതിയതായിട്ട് ഓപ്പൺ ആവുന്ന CSR സ്കോളർഷിപ്പുകൾ നിങ്ങളുടെ ഓരോ സ്റ്റുഡന്റിന്റെയും പ്രൊഫൈലിനനുസരിച്ച് സ്കോളർഷിപ്പ് ക്രൈറ്റീരിയ ബേസ് ചെയ്ത് എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് ഇൻസൈറ്റ് 360 ആപ്ലിക്കേഷൻസിലൂടെ തന്നെ നിങ്ങളുടെ CSR ഡിപ്പാർട്ട്മെന്റ് വഴി തന്നെ അതിന്റെ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസ് ചെയ്യാവുന്നതാണ്. 60,000 മുതൽ നമുക്ക് 2 ലക്ഷം രൂപ വരെയുള്ള സ്കോളർഷിപ്പുകൾ നമുക്ക് ഈ CSR ഡിപ്പാർട്ട്മെന്റ് വഴി ലഭ്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വർഷങ്ങളിലും അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ഫോർത്ത് ഇയറിലേക്കും നിങ്ങൾ ഈ സ്കോളർഷിപ്പ് ലഭ്യമാകാനായിട്ട് അത് റിന്യൂവൽ ചെയ്താൽ മാത്രം മതി. ആ സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ CSR സ്ലോട്ട് ബുക്കുകൾ ചെയ്ത് നിങ്ങളുടെ സ്കോളർഷിപ്പ് എലിജിബിലിറ്റി എത്രയും പെട്ടെന്ന് അത് സെക്യൂർ ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ CSR ഡിപ്പാർട്ട്മെന്റുമായിട്ട് നേരിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് സെക്യൂർ ആക്കാനും നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും.